ഭൂമിയെ ചുറ്റുന്ന എത്ര കൃത്രിമ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തുണ്ടാകും? 2025 മെയ് വരെയുള്ള കണക്കനുസരിച്ച് 11,700 സജീവ ഉപഗ്രഹങ്ങളാണ് ഭൂമിയെ വട്ടം കറങ്ങുന്നത്. ആക്റ്റീവ് അല്ലാത്ത പ്രവർത്തനം നിലച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം എടുത്താൽ അത് 15,000-ലധികം എത്തും. നാസ, ISRO പോലുള്ള സർക്കാർ ഏജൻസികൾക്ക് പുറമെ പ്രൈവറ്റ് ഫേമുകളും സ്വന്തം നിലയ്ക്ക് ഉപഗ്രഹങ്ങൾ അയക്കാൻ തുടങ്ങിയതോടെയാണ് ഇവയുടെ എണ്ണം ബഹിരാകാശത്ത് ഇത്രയധികം കൂടിയത്. സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് വിക്ഷേപണത്തിലൂടെ മാത്രം 7,400-ലധികം ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ. ഇതിൽ 60% ആക്റ്റീവ് ഉപഗ്രഹങ്ങളാണ്. 2024 ഓരോ 34 മണിക്കൂറിലും ഉപഗ്രഹങ്ങളുടെ കൂട്ടവുമായി ഒരു റോക്കറ്റ് വിക്ഷേപണമെങ്കിലും നടന്നിട്ടുണ്ടാകുമെന്നാണ് കണക്കുകൾ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷം കൊണ്ട് മാത്രം 2,800 പുതിയ ഉപഗ്രഹങ്ങളാണ് മുകളിലെത്തുന്നത്. ഉപഗ്രഹങ്ങൾ അധികമായി ഭൂമിയുടെ ഓർബിറ്റുകളിൽ എത്തിയാൽ അവിടെ സ്വാഭാവികമായും തിരക്കുണ്ടാകും. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ട്രാഫിക് ബ്ലോക്ക് പോലെ തന്നെ. ട്രാഫിക് അധികമായാൽ ഇവിടെ ഉണ്ടാകുന്നത് പോലെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും സ്പേസിലും ഉണ്ടാകും. പലതരത്തിലുള്ള മലിനീകരണം, ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ട്, ബഹിരാകാശ പര്യവേഷണത്തിനുള്ള സാങ്കേതിക തടസ്സം എന്നിങ്ങനെ അതിന്റെ ഭവിഷ്യത്തുകൾ നമുക്ക് ഊഹിക്കാൻ പോലും ചിലപ്പോൾ കഴിയില്ല. നിലവിൽ ആക്റ്റീവായ 1,00,000 സാറ്റലൈറ്റുകൾ വഹിക്കാനുള്ള ശേഷിയെ ലോ എർത്ത് ഓർബിറ്റിനുള്ളൂ. ലോകത്താകമാനം നടക്കുന്ന വിക്ഷേപണങ്ങൾ കണക്കെടുത്താൽ 2050 കൊണ്ട് തന്നെ ഈ ലിമിറ്റ് മറികടക്കുമെന്നാണ് കരുതുന്നത്.